ഹലോ, അസ്സലാമു അലൈക്കും. ഇതൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളും നമുക്ക് ഇവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാഹ്. അപ്പം ഇന്നും അടുക്കളയിൽ തന്നെയാണ്. ഈ ചക്കക്കാലം കഴിയോളം ചക്കക്കുരുവിൻ്റെ എങ്ങനെയൊക്കെ ചക്കക്കുരുല്ലേ, ചക്കക്കുരു ഓർക്കാപ്പുളിയും ചക്കക്കുരും കൈപ്പങ്ങിയും. ഇന്നിപ്പോൾ ചക്കക്കുരും കൈപ്പങ്ങിയും കറി വയ്ക്കണതാണ് കേട്ടോ. ചക്കക്കുരും മാങ്ങയും ചക്കക്കുരും പിന്നെന്താ പടലങ്ങ, അങ്ങനെ എല്ലാം ചക്കക്കുരു കിട്ടാനും നല്ല ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ ഇന്ന് ഇതാ നമ്മളെ കൈപ്പങ്ങ, അല്ല ഇളയ കൈപ്പങ്ങയുണ്ട്, ചക്കക്കുരു ഇട്ടുകാണ്ട് ഒരു തേങ്ങ അരച്ചുകാണ്ടുള്ളൊരു കറി വെക്കുകയാണ്. പിന്നെ നമുക്ക് കല്യാണം ഉണ്ട് കേട്ടോ. കല്യാണം ഇപ്പോൾ ഉച്ചക്ക് കല്യാണം ഉണ്ട് വിചാരിച്ചുകാണ്ട് ഇപ്പോൾ ചോറും കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റൂല നമുക്ക്. രാത്രിക്ക് പിന്നെ വന്നിട്ട് വൈകുന്നേരം പിന്നെയും വേണ്ടേ എടുക്കുക. അപ്പോൾ രാവിലെ തന്നെ ആ പണിയൊക്കെയാണ് കഴിച്ച് വെച്ചുകാണ്ട് കല്യാണത്തിന് പോയാൽ പിന്നെ വന്നാൽ അടുക്കളയ്ക്ക് പോകണ്ടല്ലോ. അപ്പോൾ അതാ ചക്കക്കുരു കൊണ്ടിട്ടാ തൊലിച്ചുകാണ്ട് തീക്കിട്ടൊക്കെയാണ്. അങ്ങനെയൊക്കെ എല്ലാവരും കറി വെക്കുന്നുണ്ടാവും, എല്ലാവരും വെക്കലൊക്കെ ഉണ്ട്. ആർക്കും അറിയാത്തവരൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ വെക്കണ രീതിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമ്മൾ എന്നും പറയണ മാതിരി നമ്മളെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ മക്കളെ. ആ ലൈക്കുമ്പോൾ തൊട്ടിട്ടാണ് കണ്ടു തുടങ്ങിക്കോളി നിങ്ങൾ. പുതുതായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഒന്നുണ്ടെങ്കിൽ നഫ്സ് വ്ളോഗ് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്താൽ കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തേക്കണേ. പച്ചമുളകും ഇട്ട് കൊടുക്കും. അപ്പോൾ മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഒരു കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ, ഒരു പേരിന്. കൂടുതലൊന്നും ഇട്ട് കൊടുക്കൂല, ലേസം. അപ്പോൾ പിന്നെ ഇന്നലെ ഇപ്പോൾ പിന്നെ മോക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തയക്കല്ലേനാ. ഓരോ സാധനം പാക്കറ്റാക്കിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ, വീഡിയോസ് കണ്ടില്ലേ. പിന്നെ അപ്പോൾ അത് ഇന്നലെ മോളവിടെ എത്തി അടന്നെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഓള് വിളിച്ചുകാണ്ട് പറഞ്ഞു ചെന്നുകാണ്ട് ചോറുന്നാണ്, അവിടെ ചെന്നുകാണ്ട് ചോറ് കഴിച്ചേക്കണ്. അപ്പോൾ പിന്നെ അവിടെ എത്തിയ പാടന്നെ അച്ചാറിൻ്റെ കുപ്പി അടുക്കളയിലെ ടേബിളിൽ വെച്ചുകാണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഉള്ളിലേക്ക് കയറി പോയിക്കണത്. അപ്പോൾ ചോറ് കഴിച്ചുകാണ്ട് പിന്നാണ്ട് മേലേക്ക് പോകാമല്ലോ എന്ന് കരുതിക്കാണ്ട് അതവിടെ എടുത്ത് വെച്ചുകാണ്ട് പൊയ്ക്കുകയാണ്. അപ്പോൾ ഓൾ ആ സാധനം പ്ലേറ്റ് ആയിട്ട് മേലെ നിന്ന് പ്ലേറ്റ് ആയിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ ഉണ്ടല്ലോ അച്ചാർ കുപ്പി തുറന്നുകാണ്ട് അവിടുത്തെ ചേച്ചിമാർ, ഫുഡ് ഉണ്ടാക്കുന്ന ചേച്ചിമാരുണ്ടല്ലോ, അച്ചാർ കുപ്പി തുറന്നുകാണ്ട് അച്ചാർ അങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നു. അവിടെ ചോറുന്നതിന് ഇടയിൽ എനിക്ക് വിളിച്ചതാണേ. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോഴാണ് ആ വിളി വരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തിപ്പോൾ എത്തിയെന്നുള്ള വിവരം അറിഞ്ഞും ചെയ്ത് പിന്നെ എന്തിപ്പോൾ പെട്ടെന്നൊരു വിളി എന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ ആ അതിശയം പറയാൻ വേണ്ടി വിളിച്ചതാണ്. ചേച്ചിമാർ കാട്ടുന്നുണ്ട് കണ്ടേ. അപ്പോൾ ചേച്ചിമാർ പറയണത് ഇതെന്താ മോളെ കടയിൽ നിന്ന് വാങ്ങിയതാണോ അച്ചാർ എന്ന് ചോദിച്ചാലോ. അല്ല ഉമ്മച്ചി ഉണ്ടാക്കിയതാണ് പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയത് ഉമ്മച്ചി ഉണ്ടാക്കിയത്, പിന്നെ എന്തൊക്കെ പൊടികൾ അധികം ഇട്ടേക്കണത്, നല്ല ടേസ്റ്റുള്ള അച്ചാറാണല്ലോ. അങ്ങനെ പുകഴ്ത്തി പറയില്ല കേട്ടോ. ഞാനിത് കുറേ പറഞ്ഞേക്കണു, ഇന്നെ പുകഴ്ത്തി പറയില്ല. എന്നാളിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, മലപ്പുറത്തുള്ളൊരു ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞില്ലേ, ഓളെ മക്കളും ഇത് കണ്ടു കാണും കൊണ്ടുപോയി. ഓരും അതാ ഞാൻ പറഞ്ഞത് മാങ്ങാച്ചാർ ഈത്തപ്പഴച്ചാറായി മാറിയാണത്. അപ്പോൾ ഓര് കഴിച്ച് കാണാൻ പേരിടാൻ തന്നെ കാരണം അതാ കേട്ടോ. ഓളെ മക്കൾ പറഞ്ഞു എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഈത്തപ്പഴച്ചാർ പോലെ ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഈ ചേച്ചിമാർ കഴിച്ചപ്പോൾ അതന്നെ പറഞ്ഞു കേട്ടോ, ഇത് ഈത്തപ്പഴത്തിൻ്റെ ടേസ്റ്റാണല്ലോ മോളെ, ഇത് എന്തൊക്കെ അമ്മ ചേർത്തക്കണമെന്ന് ചോദിച്ചാലോ. അപ്പോൾ പറഞ്ഞാൽ അതൊന്നും എനിക്കറിയില്ല അമ്മച്ചി, മാങ്ങ വെയിലത്തിട്ട് ഉണക്കണ മാത്രം എനിക്കറിയാം, വേറെ ഒന്നും എനിക്കറിയില്ല പറഞ്ഞല്ലോ. അപ്പോൾ അത് രസമായിട്ട് ഞങ്ങളോട് പറയാമെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അച്ചാർ തന്നെയാണ് കേട്ടോ. നല്ല എരിവ് വേണം, അത് അത്രയും തോനെ. പച്ചമുളക് വലിയ എരിവൊന്നും ഇല്ല കേട്ടോ. അത്രയും തോനെ പച്ചമുളക് ഇടുമ്പോഴത്തേനും അത്ര തോനെ മുളക് ഇടണമെന്ന് കരുതണ്ട. നല്ല എരിവില്ലാത്ത പച്ചമുളക് തന്നെയാണ്.
ഇപ്പം ഇനി എരിവുള്ള പച്ചമുളക് കിട്ടലില്ല. അത് വേകുമ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ അരക്കട്ടെ, തേങ്ങ ചിരണ്ടി ഇരിക്കട്ടെ. പുറത്തേക്കേ ഇങ്ങോട്ട് പോരാൻ കാരണം എന്താ വെച്ചാലേ അടുക്കളയിൽ ഭയങ്കര ഇരുട്ടാണ്, ഏത് നേരം ലൈറ്റ് കത്തിക്കണം. ഇന്നലെ തന്നെ ഇപ്പോൾ കറണ്ട് ബില്ല് തന്നു, ഒരു സംഖ്യ ഉണ്ട് കറണ്ട് ബില്ല്. സോനെ സാധാരണ ഉണ്ടാവണേക്കാളും അതിൻ്റെ ഇരട്ടിൻ്റെ ഇരട്ടി ആയിക്കോളും കറണ്ട് ബില്ല്. അപ്പോൾ പിന്നെ ലൈറ്റ് ഇടാനാവില്ല എന്ന് വിചാരിച്ചു കാരണം ഞാൻ പുറത്തേക്ക് വന്നാണ്. വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു, ഈ ഷീറ്റ് കെട്ടിയില്ലേ, ഈ ഷീറ്റ് കെട്ടിയിട്ട് കറുത്ത താർപ്പായി അല്ലേ, ഇത് കെട്ടുമ്പോൾ അടുക്കള കൊണ്ട് ഇരുട്ടിന് മൂടിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇവിടെ വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ പണികളൊക്കെ എടുക്കുന്നത്. ലൈറ്റിൻ്റെ ഇത് കുറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ല ബില്ല് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചും ചെയ്തു കേട്ടോ, റീഡിങ് അതിനോട് ഞാൻ ചോദിച്ചും ചെയ്തു എന്താ ഇപ്പോൾ ഇത്ര തോനെ വരാൻ കാരണം. ഞങ്ങൾക്ക് സാധാരണ വരുന്നതിന് ഉപയോഗം കൂടുതലായിട്ടൊന്നും ഇല്ലല്ലോ. ഞങ്ങൾക്കൊരു കിണറ്റിൽ മോട്ടറില്ല, മോട്ടറില്ല. പിന്നെ ഒരു ഇസ്തിരി ഇടാൻ ഇവിടെ ആളില്ല, എൻ്റെ മോളുള്ളത് ഇവിടെ ഇല്ല. പിന്നെ ഒരു റൂമിലാണ് അതെ ഫോണ് ഓളങ്ങനെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അവള് പിന്നെ ഇന്നലെ വന്നെങ്കിൽ ഇന്ന് പോകും ചെയ്യും. അപ്പോൾ ഓളെ ഇസ്തിരി ഇടാനൊന്നും ഇവിടെ ഇല്ല, പഠിക്കണ കുട്ടികൾ ഇവിടെ ഇല്ല. പിന്നെ കറണ്ടില്ല, അല്ല മോട്ടറില്ല, പിന്നെ കറണ്ടിൻ്റെ ഒരു അടുപ്പില്ല. പിന്നെ അതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ കിടക്കണോടത്ത് ഇപ്പോൾ ഒരു റൂമിലല്ലേ ഇപ്പോൾ നമ്മളൊക്കെ എടുത്താം. പിന്നെ പഴയ മോഡൽ ഫാനാണ്. അപ്പോൾ എന്നിട്ട് എന്താ അത്ര കൂടുതൽ എല്ലാ സാധനവും ഉള്ളവരുണ്ടല്ലോ, സ്ഥിരമായിട്ട് സ്കൂളിൽ പോകണവരും സ്ഥിരം ഇടണവരും മോട്ടർ 4-5 വട്ടം മോട്ടർ അത്ര കൂടുതലൊന്നും ആവണില്ല. എന്താ അത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളത് നല്ല പിന്നെ നിങ്ങളത് കറക്റ്റ് അറിയില്ല, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പരാതി കൊടുത്താളീന്ന് പറഞ്ഞു. അത്രയും ആയിട്ടേ നമ്മൾ ഉപയോഗമില്ലാതെ കൂടുതൽ പോലെ ഈ കാണുന്നതല്ലേ പോൽക്ക് ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ ഇട്ടപ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം ഇനിയിപ്പോൾ വലിയ എടുക്കാൻ പോകുമ്പോൾ പറയണമെന്ന് കരുതുന്നുണ്ട്, അല്ലാഞ്ഞാൽ പറ്റൂല, നമ്മളെ കൊണ്ട് എടുക്കാൻ കഴിയൂലല്ലോ. നമ്മൾ ഉപയോഗിച്ചിട്ടാണെങ്കിൽ പിന്നെ നമുക്ക് സങ്കടമില്ല, ഉപയോഗിക്കാതെ വലിയ ബില്ല് വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തന്നെയാണ്. അപ്പം ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ ഇപ്പോൾ ഫോണ് എല്ലാം അടിച്ചപ്പോൾ പോയി നോക്കിയതാണ് ആരാച്ചിട്ട്. അപ്പം എൻ്റെ ആങ്ങളെയാണ് ചെറിയോനാണ് വിളിച്ചത്. അപ്പോൾ ഓനിപ്പോൾ ഡയാലിസിന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലെയും പോയിനു. അപ്പോൾ ഇന്നലെ നീര് തീരെ കുറവില്ലാത്തതുകൊണ്ട് ഇന്നും പോകാൻ പറഞ്ഞേക്കാണ് ഓനോട്. 1.5 ചെയ്യലേ. അപ്പോൾ ഇന്നും വരാൻ പറഞ്ഞേക്കണ്. അപ്പോൾ ഇന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ആ വിവരം അറിയാൻ വേണ്ടി വിളിച്ചിന്. അപ്പോൾ ഓനെ എടുക്കാൻ പറ്റിയിട്ടില്ല, പോണ തിരക്കിലായതുകൊണ്ടേ. അപ്പോൾ പിന്നെ എൻ്റെ മിസ് കോൾ ഉണ്ടപ്പോൾ തിരിച്ചടിച്ചതാണ്. അപ്പോൾ ഇന്നും പോവുകയാണ്. പിന്നെ നാളെ ഉണ്ടാവും, ഇന്നലെ ഇന്നും നാളെ ഉണ്ട്. പിന്നെ ശനി ഞായറും ലീവാണ്. അപ്പോൾ ആ വിവരം അതും ടെൻഷൻ തന്നെയല്ല നമുക്ക് മനസ്സിക്ക്. അതും കൂടിയും കേട്ടപ്പോൾ ആകെ ഇതായി. അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ എന്ന് പറയാം. നല്ല രസമാണല്ലേ കയ്പങ്ങയും ചക്കക്കുരും കറിയ. മുളകിട്ടാലും രസമാണ് കേട്ടോ, തേങ്ങ അരച്ചാലും മുളകിട്ടാലൊക്കെ രസമാണ്. ചക്കക്കുരു ഇന്നലെ ചക്ക ടിപ്സ് പറഞ്ഞ പോലെ ചക്കപ്പൊരിൻ്റെ ടിപ്സ് പറഞ്ഞ പോലെ പിന്നെ ചക്കക്കുരു കേടരാതെക്കാനുള്ള ടിപ്സും കൂടി ഒന്ന് പറഞ്ഞുതരാം. ഇനി റെസിപ്പി എന്ന് പറയുന്നില്ല. പിന്നെ അതിൻ്റെ ടിപ്സ് എന്താ വെച്ചാൽ ചക്കക്കുരു നമ്മൾ ഇരിഞ്ഞ് കാണുമല്ലോ, അതിൻ്റെ ഇതൊക്കെ കളഞ്ഞ് എന്താണ് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതിൻ്റെ ശേഷം നല്ല പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ കെട്ടിക്കാണ്ട് ഫ്രിഡ്ജിലവിടെ വെക്കുക. നിങ്ങൾക്ക് ഒരു കൊല്ലം അടുത്ത ചക്കക്കാലം വരുന്നത് വരെ ചക്കക്കുരുവിനൊരു കേടില്ലാതെ നിൽക്കൂട്ടാ. നമ്മളപ്പം ചക്കയിൽ നിന്ന് കുരു ഉടുക്കണ മാതിരി കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി നിങ്ങൾ. ഞാൻ നല്ല ചക്കക്കുരു, നല്ല പൊടിയുള്ള ചക്കക്കുരുവിൻ്റെ നല്ല ചക്കൻ്റെ കുരുവൊക്കെ ഞാൻ അങ്ങനെ എടുത്തതാണ് കവറിൽ കെട്ടിയേക്കലാണ്. ചക്ക ഇല്ലാത്ത കാലത്തൊക്കെ ചക്കക്കുരു ഇട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ ചക്കക്കുരു ഒക്കെ കറി വെക്കാൻ. ചക്ക ഉണ്ടാകുമ്പോൾ പിന്നെ എന്നും ആകുമ്പോൾ ഒരു മടിയാണ്, എല്ലാവർക്കും ഒരു വെറുപ്പ് വയ്ക്കാരം. ഇതാവുമ്പോൾ അതില്ല കേട്ടോ, നമുക്കില്ലാത്ത കാലം. അതേമാതിരി മാങ്ങയൊക്കെ അതേമാതിരി ഉണക്കി വെച്ചാൽ ചക്കക്കുരുക്ക് മാങ്ങ ഇട്ടുകാണ്ട് കറിയൊക്കെ വെക്കാമല്ലോ. ചക്ക ഇല്ലാത്ത കാലത്ത് ചക്കക്കുരു മാങ്ങ ഇല്ലാത്ത കാലത്ത് ചക്കയും മാങ്ങയൊക്കെ ഇട്ടുകാണ്ട് കറി വെച്ചാൽ എന്തോ രസം ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ചെയ്തോളി. മാങ്ങ ഉണക്കി വെച്ചോളി, ചക്കക്കുരു ഇങ്ങനെ ഫ്രിഡ്ജിൽ കവറിൽ കെട്ടി വെച്ചോളി. അങ്ങനെയൊക്കെ ചെയ്ത് കണ്ടല്ല അടിപൊളി കറി സീസൺ അല്ലാത്തപ്പോൾ ഉണ്ടാക്കി കൊടുക്കി. മോനൂസ് പുറത്താണ്, നല്ല കളിയാണേ. അപ്പോൾ അടുക്കൊന്ന് പോയി നോക്കാഞ്ഞാൽ ഈ 2 പേരൻ്റെ മുറ്റത്തേ കളിച്ചലുള്ളൂ. അതിൻ്റെ അപ്പുറമൊക്കെ പോയാലേ പിന്നെ ആളെ കിട്ടൂല. കളിച്ചാൻ പോയാൽ പിന്നെ ഒരു ഓർമ്മയില്ല. അപ്പം ഒന്ന് പോയി നോക്കിയതാണ് ഞാൻ. ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചു നോക്കണം. വിളിച്ചാൽ ഞാൻ വിളി വെക്കൂട്ടോ, അവിടെ ഉണ്ടെങ്കിൽ എപ്പം വിളി വെക്കും.
ഇങ്ങനെയാണ് പാത്ത് വെച്ചോളിട്ടാ ചക്കക്കുരു. എല്ലാ കുരു ഒന്നും പാത്ത് വെക്കണ്ട. നിങ്ങൾക്ക് നല്ല ഉറപ്പ് വരുത്തണ കുരു ഉണ്ടാവില്ല, നല്ല പൊടിയില്ലേ, നല്ല കേടരാത്ത പൊട്ടിയ കുരു ഒന്നും ഇതിൽ ഇടരുതിട്ടാ. പൊട്ടാത്ത കുരു, അങ്ങനത്തെ നല്ല കുരുകൾ പൊട്ടിയതൊന്നും എടുത്തേക്കരുത്. എന്നിട്ട് ഇങ്ങനെയാണ് കെട്ടിയിട്ട് വെച്ച് ഫ്രിഡ്ജൊക്കെയാണ് വെച്ചാൽ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊക്കെ വരുന്നുണ്ടാവും. താത്തപ്പം നല്ല അല്ലേ, മഴക്കാലൊക്കെ വരുമ്പോൾ ഇയാളെ ചക്കക്കുരു കറിയൊക്കെ നല്ല രസമാണ്. ഇനി ചക്കക്കുരു നല്ല കടുവറുത്ത് വൈകുന്നേരം ചായയിലും കൂട്ടാ. നല്ല തിളപ്പിച്ച് ഊറ്റിയാൽ മതി, വലിയ ഗ്യാസൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഫ്രിഡ്ജിൽ കണ്ട് വെച്ചാൽ ഒരു കേടും ഉണ്ടാവില്ല. ഇല്ലാത്തവർക്ക് അപ്പോൾ അതൊക്കെ പഞ്ചം തന്നെയാണ്. ഉള്ളവർക്കല്ലേ ഇപ്പോൾ ആവശ്യം നേരത്തെ അപ്പാണ് ചക്കക്കുരു ഇട്ടുള്ളൂ. നമ്മളില്ലാത്തവർക്ക് ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചാലല്ലേ നമുക്ക് പൂതി ആകുമ്പോഴത്തെ കറി വെക്കാനൊക്കെ പറ്റുള്ളൂ. ചെറിയ തക്കാളിൻ്റെ ഒരു കഷ്ണേ ഞാൻ ഇട്ടിട്ടുള്ളൂ, ബാക്കി പുളിവെള്ളമാണ്. ഒന്ന് തിളക്കട്ടെ, നമുക്ക് തേങ്ങ അരച്ചത് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം. ചട്ടിണി അല്ലത്, ഇത് കറിയാണേ. ആ എനിക്കൊരു ചട്ടിണി അറിയുള്ളൂ. എത്താ എൻ്റെ കഥ. ഇതോ അപ്പം നമ്മളെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കറി. കറിയും ചോറൊക്കെ കഴിഞ്ഞാണ് നമ്മളെ യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. പാത്രം കഴുകാണ്ട്, അതുകൂടിയാണ് കഴിഞ്ഞാൽ തിരുമ്പി കുളിച്ചാൽ കല്യാണത്തിന് പോവുക. ഇപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, ചായയും കടി ഉണ്ടാക്കിയതും ഉണ്ടാക്കി കുടിച്ചതും കറി ഉണ്ടാക്കിയതും ചോറും കറി ഉണ്ടാക്കിയല്ലേ പാത്രം കൂടി ഒന്നായിട്ടാണ് മോറി എടുത്തക്കട്ടെ. എന്നിട്ട് മോനെ കുളിപ്പിച്ച ഞാനും കുളിച്ച കല്യാണത്തിനാണ് പോവുക. അതാ നമ്മളെ പിന്നെ ഇതുകൂടെയാണ് മോറി എടുത്ത് വെച്ചാലേ പണികൾ കഴിഞ്ഞു. ഇനി കുളിച്ചാനല്ലേ ഉള്ളൂ, തിരുമ്പലൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞേക്കണു. കല്യാണത്തിന് പോട്ടെ. പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് കൊടുക്കുക. പുതുതായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അഫ്സു വ്ലോഗ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.